സ്തോത്രം. പണ്ടത്തെ കാലങ്ങളുടെ ആത്മീയ അന്തരീക്ഷം അവൻ ഇന്ന് ഇവിടെ ഞാൻ കാണുന്നുണ്ട്, പക്ഷെ നാട്ടിൽ അതൊക്കെ പോയി. സ്തോത്രം. ഹല്ലേലൂയ. അവനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, നാട്ടിൽ നിന്ന് വരണേ വേണം. ഹല്ലേലൂയ. ഇവിടെ എനിക്ക് വന്ന് വളരെ സന്തോഷം തോന്നി. ദൈവമക്കളൊക്കെ ഭയങ്കര സന്തോഷം. അവൻ നല്ലൊരു എത്ര ദൂരമാണെങ്കിലും കാറെ എന്ത് ചെയ്യുന്നു, വിളിച്ചുകൊണ്ട് പോകുന്നു, വരുന്നു. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഈ ഉണർവ് നാട്ടിൽ വരുമ്പോൾ ഉണ്ടാകണം. ഇന്നത്തെ അനുഭവങ്ങളൊക്കെ പൊക്കോണ്ടിരിക്കുക. പണ്ട് അവൻ ഒരു ദൈവ പൈതല് അവൻ കയറി വരുമ്പോൾ അന്ന് ഉപദേശിന്ന് അറിയപ്പെടുന്നത് ഈ ഉപദേശി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നേരം വിളിച്ചു പറയും. അന്ന് ദൈവമക്കൾക്കൊക്കെ പോകാൻ പേടിയാ അല്ലെ? പ്രായമുള്ളവരോടൊക്കെ ചോദിച്ചാൽ ആർക്കറിയാം. ആമേശത്തിന് 10-45 വർഷത്തിന് പുറകിലത്തെ കാര്യമാണ് ഞാൻ പറയാം. ഇപ്പൊ പറഞ്ഞ വിവരം പറയും. ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം അവർ സ്ഥലം മാറ്റി എന്ത് ചെയ്യും? പാവപ്പെട്ടവനെ എവിടെയെങ്കിലും മലബാറിലേക്കോ വടക്കേന്ത്യയിലോട്ടൊക്കെ വിടും. പ്രൈസലോ. അതുകൊണ്ട് പാവപ്പെട്ട ദൈവദാസന്മാർ ഇപ്പൊ എന്ത് ചെയ്യത്തില്ല, പറയാൻ പോകത്തില്ല. സ്വതന്ത്രം. ഹല്ലേലൂയ. അന്നത്തെ കാലഘട്ടം അങ്ങനെയായിരുന്നു. അവൻ വിളിച്ചു പറയുന്നത് പാപം ചെയ്തിട്ട് വന്നാൽ എന്ത് ചെയ്യും? തെറ്റുകൾ ചെയ്തിട്ട് വന്നാൽ ഇന്ന തെറ്റ് ചെയ്തെന്ന് മുഖം നോക്കി പറയും. അതുകൊണ്ട് ദൈവമക്കൾക്ക് പേടിയ ഭയമാ. സ്വതന്ത്രമല്ലേ? അവൻ കാത്തിരിപ്പ് യോഗം എന്നൊക്കെ പറയുന്ന യോഗം ഉണ്ടായിരുന്നു ശനിയാഴ്ച. അത് കന്യം നിന്ന് പൊക്കോണ്ടിരിക്കുക, നിന്ന് പോയി. സ്തോത്രം. എന്നാൽ ചില സ്ഥലങ്ങളിലൊക്കെ ഇന്നത് ഉണ്ട്. ഹല്ലേലൂയ. അന്നൊക്കെ ഭയത്തിന്റെ ഒരു കാലഘട്ടം. അവൻ ആരെ ഭയപ്പെട്ടു? ദൈവത്തെ ഭയപ്പെട്ടു. അതുപോലെ തന്നെയാണ് ആ സഭയിലുള്ള ശുശ്രൂഷകനെ ദൈവമക്കൾ ഭയപ്പെട്ടത്. ആ മെസ്സത്വം അദ്ദേഹം പറയുമ്പോൾ അത് അനുസരിക്കുന്ന ഒരു ദൈവമക്കൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആ മെസ്സത്വം വെളിപ്പാടുകളും ദർശനങ്ങളും പ്രവചനങ്ങളും വചനത്തിന്റെ മർമ്മങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ആശ്ചര്യം തോന്നാറുണ്ട്. ഇന്ന് അതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. കാരണം നമ്മുടെ ഇടയിൽ ഐക്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ ഈ ഐക്യത നഷ്ടപ്പെട്ടത് കൊണ്ടാണ് നമ്മുടെ ഇടയിൽ പ്രാർത്ഥിച്ചിട്ടും വിടുതൽ കിട്ടാത്തത്. സ്തോത്രം. ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചെങ്കിലേ ദൈവിക വിടുതൽ നടക്കത്തുള്ളൂ. ഇതാ സഹോദരന്മാർ വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരമെന്നാണ്. അത് സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ വിടുതൽ നടന്നത്. ആ പ്രതികൂല സാഹചര്യത്തിൽ പത്രോസിനെ കൊല്ലാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുക. പക്ഷേ ഹല്ലേലൂയ, പത്രോസേ, നിന്റെ മേൽ കടക്കുന്ന ഒരു വാറ്റത്വമുണ്ട്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിന്റെ മേൽ കടക്കുന്ന ഒരു വാറ്റത്വം അത് നിവർത്തിയാകേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു ചുഴലിക്കാറ്റില് തകർന്നു പോകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് നീ നേരിടുന്ന പ്രശ്നങ്ങൾ എന്റെ ദൈവമാണ് അറിഞ്ഞിട്ടാ സംഭവിച്ചെങ്കിൽ അതിനപ്പുറത്തൊരു പരിഹാരം ദൈവം ഒരുക്കിയിട്ടുണ്ട്. അവൻ ദൈവം ഒന്ന് ഒരുക്കിയിട്ടുണ്ടെന്ന് അവൻ ഒരു വിഷയത്തിന് മുമ്പിൽ അവൻ ഭാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, എന്നും ആ പ്രശ്നം നിന്റെ ജീവിതത്തിലേക്ക് അവൻ കൊണ്ടുപോകത്തില്ല. അവൻ അതിനപ്പുറത്ത് ദൈവം ഒരു മറുപടി അയച്ചിട്ടുണ്ട്. ആ മറുപടി വരുമ്പോഴാണ് അത് അനുഗ്രഹത്തിന്റെ മറുപടിയായി മാറുന്നത്. ആമ എന്ന് കർത്തനിൽ കൂടെ നടത്തുന്ന ദൈവമല്ല. യോബിനെ നിങ്ങൾ പഠിച്ചു നോക്ക്. ആമ സ്വന്തം ഹല്ലേലൂയ. എല്ലാം നഷ്ടപ്പെട്ടവനായി തകർന്ന് തരിപ്പണമായി ആമ സ്വന്തം സഹോദരനെ അകറ്റി ആമ സ്വന്തം ഭാര്യ തള്ളിപ്പറഞ്ഞു. ആ സന്ദർഭങ്ങളിൽ ദൈവത്തെ മുറുകെ പിടിച്ചു. ഇന്ന് രാത്രിയിലെ ദൈവമൈതലേ, ദൈവത്തെ ആത്മാർത്ഥമായി മുറുകെ പിടിച്ചാലുണ്ടല്ലോ, ദൈവം നിന്നെ വിടത്തില്ല. അവൻ ദൈവം നിനക്ക് വേണ്ടി ആ കട്ടയുടെ നടുവിലോ ഒരു വഴി തുറന്നു തരുന്ന ദൈവമാണെന്ന് രാത്രി കളവന്ന് ഏറ്റെടുത്താട്ട. അവൻ കട്ടതി തകർക്കുന്ന കർത്താവല്ല, കട്ടതി പണിയുന്ന കർത്താവ്.